ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഇഷ്ടമുള്ള കാര്യമാണല്ലേ ക്യാബിൻ ക്രൂവിൻ്റെ ഡേ ഇൻ മൈ ലൈഫും ലേ ഓവർ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ടുഡേ ഐ എം ഗോൺ ടു ഷോ യു മൈ 3-day പാറ്റേൺ. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ ഡൽഹി ടു ഇൻഡോർ ആയിരുന്നു കേട്ടോ. ഇൻഡോർ ടു മുംബൈ പിന്നെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഇൻഡോർ ഫ്ലൈറ്റിൽ നമ്മളുടെ തന്നെ സ്റ്റാഫ് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആളുടെ ബ്രദറിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. നമ്മളതിന് AI സെലിബ്രേഷൻസ് എന്നാണ് കേട്ടോ പറയുന്നത്. ബർത്ത്ഡേ, ആനിവേഴ്സറി എന്തൊരു വിശേഷമായാലും നമ്മൾ ഓൺ ബോർഡ് ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ചെറിയ ഫ്ലൈറ്റിൽ കൂടെ നമ്മൾ പാസഞ്ചേഴ്സിനെ ഇങ്ങനെ ഹാപ്പി ആക്കാനായിട്ട് നോക്കും കേട്ടോ. പക്ഷേ നമ്മളുടെ എഫേർട്സ് ഒന്നും പാസഞ്ചേഴ്സ് കാണാറില്ല, അത് മാത്രം. ഐ വാസ് ജസ്റ്റ് കിഡിങ്. അപ്പോൾ നമ്മൾ ഇൻഡോറിൽ ലാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു 45 minutes നിൽക്കണം. കാരണം ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് പാസഞ്ചേഴ്സിനെ ബോർഡ് ചെയ്ത് മുംബൈയിലെത്തി. മുംബൈയിൽ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് ക്രൂ വാൻ വന്നിട്ടോ. നമ്മളൊരു 5 പേരാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അടുത്ത് തന്നെയായിരുന്നു കേട്ടോ നമ്മളെ ഹോട്ടൽ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയ ഉടനെ തന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. കാരണം നമുക്കിപ്പോൾ 3 meals ഫ്രീ ആണ്. മുമ്പൊക്കെ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി മീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3 നേരം ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ മിസ്സാക്കാതെ ഫസ്റ്റ് തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് പോയി. ഇത് ഓരിക്ക ബൈ ലെമൺ ട്രീ എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. മുംബൈയിൽ നമുക്ക് ജിഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലാണ് കിട്ടാറുള്ളത്. പക്ഷേ ഈ ഹോട്ടൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ റൂം ഷെയറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്ന് റൂം ഷെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ക്രൂ നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ട് വി ലിറ്ററലി എൻജോയ്ഡ് അവർ സ്റ്റേ, അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പോൾ പിറ്റേ ദിവസം നമുക്കൊരു 3 മണിക്കാണ് ബോംബെ ടു ചെത്ത ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ലേ ഓവർ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ടിന് ശേഷം നമ്മൾ കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. 3 മണി വരെ ലഞ്ചുള്ളൂ. അപ്പോൾ കറക്റ്റ് സമയത്തിന് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഞങ്ങൾ 2 പേരുമായിരുന്നു ഒരു റൂമിൽ സ്റ്റേ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. 3 ദിവസത്തെ പാറ്റേൺ അല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല ക്രൂ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഞാനിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു ലഞ്ചിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് റിസപ്ഷനിലോട്ടാണ്. അവിടെ നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ക്യാബ് വന്നു നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. പിന്നെ പാസ്പോർട്ട് സ്വൈപ്പ് ചെയ്തു. അങ്ങനെ ചെക്ക് ഇനിൽ ബാഗ് ഇട്ടു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന് മുന്നേ. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അതിനിപ്പോൾ നമ്മൾ ജദ്ദ പോവാണ്. ജദ്ദ പോകുമ്പോൾ നമ്മൾ ഇത് ഉംറ ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ഫ്ലൈറ്റാണ്. അപ്പം ഈ ഫ്ലൈറ്റിലും നമുക്ക് ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരാളെ കിട്ടി. ഇയാളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ആദ്യം ഈ വാവ നമ്മളായിട്ട് ഒട്ടും അടുക്കുന്നുണ്ടായിരുന്നില്ല. പോന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ കേക്കൊക്കെ കാണിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയി. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ലാസ്റ്റ് ഉമ്മയൊക്കെ തന്നിട്ടാണ് പോയത്. അങ്ങനെ ലാൻഡ് ചെയ്യാറായിട്ടോ. അങ്ങനെ ഉംറയ്ക്ക് പോകുന്ന ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ എയർക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങി കോച്ചിൽ വെയിറ്റ് ചെയ്യുവാണ്. എയർക്രാഫ്റ്റ് നോക്കി നിൽക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. നമ്മളൊരു 9 മണിക്കാണ് കേട്ടോ ലാൻഡ് ചെയ്തത്. പക്ഷേ നമ്മൾ എയർപോർട്ടിൽ കുറേ സമയം പോയി. കാരണം അവരുടെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അങ്ങനെ ഹോട്ടലിലോട്ട് പോകാൻ നേരത്ത് ഡ്രൈവർ പറഞ്ഞു ഒരു 40 മിനിറ്റോളം ഉണ്ട് ഹോട്ടലിലോട്ട്. അങ്ങനെ എല്ലായിടത്തും ഡിലേ ആയി നമ്മൾ ലാസ്റ്റ് ഹോട്ടലിലെത്തി. റൂം വാസ് വെരി സ്പേഷ്യസ്. നമുക്ക് എല്ലാവർക്കും ഓടി കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ വ്യൂ ഒക്കെ നോക്കി നിന്ന് കുറച്ച് നേരം. നമ്മൾ മുംബൈയിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഡിന്നർ ടൈമാണ്. ഡിന്നർ ടൈം കഴിഞ്ഞു. പക്ഷെ നമുക്ക് നല്ല വിശപ്പുണ്ട്. അങ്ങനെ പുറത്ത് പോയിട്ട് നമ്മളൊരു ഷവർമ ഷോപ്പിൽ കയറി കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു. പക്ഷേ ഇവരുടെ ഷവർമ കൂടുതൽ ഒരു പുളിയുള്ള ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് പാഴ്സൽ മേടിച്ചിട്ട് വേറെ ഷോപ്പൊന്നും ഓപ്പൺ ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ക്രൂ ലോഞ്ചിൽ പോയിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളുടെ ക്രൂ ലോഞ്ച്. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ മീലേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഏതായാലും ഒരു മീലേ ഉള്ളൂ. അങ്ങനെ ഗുഡ് മോർണിംഗ് ഫ്രം ജദ്ദ. ആദ്യം തന്നെ എണീക്കുന്ന വീഡിയോ കിട്ടാനായിട്ട് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് പതിയെ എണീക്കാൻ തുടങ്ങി കേട്ടോ. എല്ലായിടോ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ എണീക്കുന്നത് അല്ലേ. അങ്ങനെ ബെഡെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ആപ്പിളും എടുത്ത് കഴിച്ചു. പിന്നെ കുറച്ച് വെള്ളവും കുടിച്ചു. ഇന്ന് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പുറത്ത്. അങ്ങനെ ഞാൻ എണീക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിക്കും. ഇതാണ് കേട്ടോ നമ്മളുടെ
ക്രൂ മീലിൻ്റെ കാർഡ്. ഇതെൻ്റെ 2 കാർഡല്ല, എൻ്റെയും അവളുടെയും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചില ഹോട്ടൽസിൽ പോകുമ്പോൾ ഇതുപോലെ ക്രൂ മീൽ കാർഡ് തരും. അത് കാണിച്ചാലേ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അത് കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടില്ല. ഇത് നമ്മുടെ ക്രൂ ലോഞ്ചിലെ സ്നാക്സ് ആണ് കേട്ടോ. അങ്ങനെ ടാക്സി എടുത്ത് നമ്മൾ പുറത്ത് പോയി. അതിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ പിന്നെ നമ്മളുടെ വേക്കപ്പ് ടൈമായി, അങ്ങനെ പോകണം, അങ്ങനെ റെഡിയൊക്കെ ആയി നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് വിട്ടു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പം ഇത്രയാണ് എൻ്റെ ഒരു 3 ഡേ പാറ്റേണിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ്. അങ്ങനെ ഡൽഹിയിൽ ലാൻഡ് ചെയ്തപ്പോൾ അതിരാവിലെ ആയിരുന്നു. ഇതുപോലൊരു നല്ല സൺറൈസും കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് വിട്ടു. ബൈ.